നമസ്കാരം. ഇറാനിലെ പരമോന്നത നേതാവിനെ അവിടുത്തെ 88 അംഗ പുരോഹിത കൗൺസിൽ അതീവ രഹസ്യമായിട്ട് തിരഞ്ഞെടുത്തു. ചാരചക്ഷുസുകളുമായിട്ട് നിൽക്കുന്ന ഇറാനിൽ തന്നെ അവരുടെ ചാരപ്പടയെ, മൊസാദിൻ്റെ ചാരപ്പടയെ വിന്യസിച്ചിരിക്കുന്ന സൂക്ഷ്മരന്ധ്രങ്ങളുള്ള ഇസ്രായേലിന് അതെവിടെയാണ് നടന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ പുരോഹിത കൗൺസിലിലെ അംഗങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. നമുക്കറിയാൻ കഴിയുന്ന കാര്യം, ഈ 88 അംഗ കൗൺസിൽ അവരുടെ പരമോന്നത നേതാവ്, അതായത് ആയത്തുള്ള ഖമനേയിക്ക് ശേഷമുള്ള പിൻഗാമിയായിട്ട് ഒരാളിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പേര് ഞങ്ങളിപ്പം പറയില്ല എന്നാണ് പറഞ്ഞത്. പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ പേരറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ തിരക്കി പിടിച്ച് അയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി അയാളെ വേട്ടയാടി കൊല്ലും. അത്ര മാത്രം ശക്തിയും ഇൻ്റലിജൻസും ഉള്ള ഒരു സംവിധാനമാണ് മൊസാദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പേര് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ തിരഞ്ഞെടുത്തു ഡിസിസീവ് വിക്ടറി എന്നാണ് പറഞ്ഞത്. ഡിസിസീവ് വിക്ടറി എന്ന് പറയാൻ കാര്യം, ഈ 88 അംഗ കൗൺസിലിൻ്റെ ഭൂരിപക്ഷം മാത്രം പോരാ, ഡിസിസീവായിട്ടുള്ള ഒരു വിക്ടറി വേണം. അതായത് മഹാഭൂരിപക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ അയാളെ അടുത്ത പരമോന്നത ഭരണാധികാരിയായിട്ട് വാഴ്ത്തുകയുള്ളൂ. ഏതാണ്ട് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുണ്ട്, പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ്. ആ കോൺക്ലേവിനുള്ളിൽ കറുത്ത പുകയും വെളുത്ത പുകയും വരുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. തിരഞ്ഞെടുത്തില്ലെങ്കിൽ കറുത്ത പുക, തിരഞ്ഞെടുത്താൽ വെളുത്ത പുക. അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പക്ഷേ വെളുത്ത പുകയും വന്നില്ല, കറുത്ത പുകയും വന്നില്ല. കാരണം ആ പുക വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇസ്രായേൽ മണത്തറിയും. ഇവിടെ ഈ ഷൂറാ കൗൺസിൽ എന്ന് പറയുന്ന പുരോഹിത സംഘത്തിൻ്റെ യോഗം നടക്കുകയാണ്. അവിടെ തീർച്ചയായിട്ടും അവരുടെ മിസൈൽ കൃത്യമായിട്ട്, ഇറാൻ അയക്കുന്ന മിസൈൽ പോലെ അല്ലത്, കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് വ്യക്തമായിട്ട് വന്ന് പതിക്കും. 100% ഉറപ്പാണ്. അവരത് നോക്കി നടക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ തോൽപ്പിച്ചു ഇറാൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിലവർ വിജയിച്ചു. പക്ഷേ ഇനിയാണ് ചലഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ശക്തമായിരിക്കുകയാണ് ഇസ്രായേലിന് നേർക്കുള്ള വേട്ടയാടൽ. കാരണം ആദ്യത്തെ അവരുടെ പ്ലാൻ, എ പ്ലാൻ പൊളിഞ്ഞു. ഇപ്പോൾ ബി പ്ലാനിലേക്ക് പോയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പം ഡി എസ്കലേറ്റ് ചെയ്യണമെന്നാണ് UAE പ്രസിഡന്റ് അൽ നെഹിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഡി എസ്കലേഷൻ അല്ല, എസ്കലേഷൻ, ഒരു ലോക മഹായുദ്ധത്തിൻ്റെ മാനങ്ങളിലുള്ള എസ്കലേഷനാണ് നടന്നു പോകുന്നത്. അതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആള് എന്ന് പറയുന്നത് നേരത്തെ ഇരുന്ന ഖമനേയിയുടെ, അതായത് പരമോന്നത നേതാവിൻ്റെ മകനാണ് എന്നുള്ളതാണ്. കേവലം 56 വയസ്സുകാരനായിട്ടുള്ള പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തെ നേരത്തെ ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തർധാരകളിൽ, അതിനവർ പറയുന്ന പേര് ഇന്നർ സർക്കിൾ. ആ ഇന്നർ സർക്കിളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ബ്ലൂംബർഗ് എന്ന് പറയുന്ന മാധ്യമം അദ്ദേഹത്തെ ടൈ അപ്പ് ചെയ്തിരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് അലി അൻസാരിയോടെയാണ്. അലി അൻസാരി എന്ന് പറയുന്ന ആള് വലിയൊരു ബാങ്കറായിരുന്നു. ഈ ബാങ്കർ വൻതോതിൽ പണം ഇവിടുത്തെ ഈ പുരോഹിത സംഘത്തിനും അതുപോലെ തന്നെ അയത്തുള്ള ഖമനേയിക്കും കൊടുത്തിരുന്നു. അയത്തുള്ള ഖമനേയി, അതാണ് ശരിയായ പേര്, അദ്ദേഹത്തിനും കൊടുത്തിരുന്നു. ഈ പണം മുഴുവൻ, ആ പണമാണ് ഒരു പക്ഷേ ഹെസ്ബോളയ്ക്കും ഹമാസിനും ഹൂതികൾക്കുമൊക്കെ സംഭാവനയായിട്ടും ആയുധങ്ങളായിട്ടും ഒക്കെ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ പണത്തിൻ്റെ എല്ലാം സോഴ്സ് അലി അൻസാരിയുടെ ബാങ്കായിരുന്നു. ആ ബാങ്കിൻ്റെ പേര് ബാങ്ക് ഐനെദാഹ് എന്നാണ് ആ പേര്. ആ ബാങ്ക് ഇപ്പോൾ പൊളിഞ്ഞുപോയി. ബാങ്ക് പൊളിഞ്ഞതോടുകൂടിയാണ് ഇറാനിൽ
ഈ പണത്തിൻ്റെ മൂല്യം വളരെ താണുപോയി. ഇറാനിയൻ റിയാൽ എന്ന് പറയുന്ന പണത്തിൻ്റെ മൂല്യമെന്ന് പറയുന്ന $1 10 ലക്ഷം ഇറാനിയൻ റിയാൽ എന്ന നിലയിലേക്ക് പോയി. ജനങ്ങൾ പ്രക്ഷോഭം നടത്താൻ ഒരു കാരണമായ ആ സംഭവത്തിൻ്റെ പിന്നിൽ ഈ ബാങ്കിൻ്റെ പൂട്ടലാണ്, ബാങ്കിൻ്റെ തകർച്ചയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്ക്, ഈ ഇന്നർ സർക്കിൾ എന്ന് പറയുന്ന ഈ പുരോഹിത സംഘത്തിലുള്ള പലർക്കും വൻതോതിൽ വായ്പ കൊടുത്തിരുന്നു. ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ, ഒരു തരത്തിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നില്ല. ആ പണം തിരികെ കിട്ടാതെ വന്നപ്പോഴാണ് ഈ ബാങ്ക് പൊളിഞ്ഞു പോയത്. ആ ബാങ്കിൻ്റെ ഉടമയുടെ പേരാണ് അലി അൻസാരി. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് കുറെ കൂടി തീവ്രതയിലേക്കാണ്. എന്തെന്ന് വെച്ചാൽ ഇറാനിൽ 2009 മുതൽ നടന്ന പ്രസ്ഥാനങ്ങളെയെല്ലാം, അതായത് യുവാക്കളുടെ പ്രസ്ഥാനങ്ങളെ, ഭരണകൂടത്തിനായിട്ടുള്ള പ്രസ്ഥാനങ്ങളെയെല്ലാം ഉരുക്കുമുഷ്ടിയോടെ അടിച്ചു നിരപ്പാക്കുന്നതിലും തകർക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച, ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാത്ത ഒരാളായിരുന്നു ഈ ഖമനേയിയുടെ മകൻ. അദ്ദേഹത്തിൻ്റെ ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെ 2009 ഇറാനിൽ 2009 വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടത്തിയത് നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിന് പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഉരുക്കുമുഷ്ടികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് മുന്നോടിയായിട്ട് നടന്ന പർദ്ദ ധരിക്കാൻ അല്ലെങ്കിൽ തലപ്പാവ് ധരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഒരു പെൺകുട്ടിയുടെ നിഷ്ഠുരമായ ജയിലിലിട്ടുള്ള വധം, ഇതിലെല്ലാം വലിയ പങ്കു വഹിച്ചയാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, മുജ്തബ ഖമനേയി. മുജ്തബ ഖമനേയി അദ്ദേഹമാകും അടുത്ത പുരോഹിത സംഘത്തിൻ്റെ നേതാവ്, അതായത് പരമോന്നത നേതാവ് എന്നുള്ളത് നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നതും പറഞ്ഞതുമായ കാര്യമാണ്. പക്ഷേ അതീവ രഹസ്യമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണെന്നുള്ളത് അവരിപ്പോൾ പറയുന്നില്ല. അതായത് പോപ്പിനെ തിരഞ്ഞെടുത്തിട്ടില്ല, പോപ്പിൻ്റെ പേര് ഞങ്ങളിപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നത് പോലെ അതീവ രഹസ്യമായിട്ട് അവർ വെച്ചിരിക്കുകയാണ്. എന്തായാലും യുദ്ധത്തിൻ്റെ വീറും തീവ്രതയും കൂടത്തക്ക രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയ്ക്കാണ് നമ്മളൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത്. പെസേഷ്കിയാൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സഹോദര രാജ്യമാണ്, അതുകൊണ്ട് അവരെ ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കുകയില്ല എന്നൊരു വാക്ക് പറഞ്ഞു. അതെന്തുകൊണ്ട് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു? ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ രാജ്യത്തിനോട് ഒരു ദാക്ഷിണ്യവും കാണിക്കാൻ ഇടയില്ലാത്ത നേതാവ്. അതാണ് ഈ അമേരിക്ക ചെന്ന് വെറുതെ കൈപൊള്ളിക്കുന്നത്. അമേരിക്കയ്ക്കൊന്നും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല അവിടുത്തെ ഈ ആത്മീയത അല്ലെങ്കിൽ വർഗീയത അല്ലെങ്കിൽ മതഭരണം എന്ന് പറയുന്ന അവരുടെ വംശത്തിൻ്റെ ഒരു വികാരമാണ്. ഇപ്പോൾ നോക്കൂ, ഇറാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ. അതേസമയം അമേരിക്കയിൽ വൻതോതിലുള്ള അഭിപ്രായം ആവശ്യമില്ലാത്ത നമ്മൾ യുദ്ധത്തിലേക്ക് പോയി. UAE-യിലുണ്ട് വൻപിച്ച എതിർപ്പ്. കാരണം അടുത്ത വ്യവസായികൾ പറയുന്നു, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ യുദ്ധം ഞങ്ങളുടെ രാജ്യത്ത് കൂടി വരുത്തി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിന് അവകാശം? സ്വിറ്റ്സർലൻഡിലെ പ്രതിരോധ മന്ത്രി പറയുന്ന അമേരിക്ക കാണിച്ചത് അന്യായമാണ്, ഇറാൻ കാണിച്ചതിനേക്കാൾ വൃത്തികെട്ട കാര്യമാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് പറയുന്നു. പക്ഷേ ഇറാൻ ഒരു പ്രശ്നവുമില്ല, അവർ പണ്ടേ ഒരു മതരാജ്യമായിരുന്നു. അപ്പോൾ ആ ഷിയ മുസ്ലിങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, UAE-യുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വിളിച്ച് കഴിഞ്ഞ ഒരു ദിവസം ഒരു വാണിംഗ് കൊടുത്തു, ദയവേത് ഞങ്ങളെ കൂടെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നാണ്. കാരണം നിങ്ങൾ മൂലമാണ് ഞങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന രാജ്യം, അവരോടൊപ്പം ഇന്ത്യക്കാരും സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന രാജ്യത്ത് നിങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊരു വാണിംഗും കൊടുത്തു. അതുകൊണ്ടായിരിക്കാം കാലിടറി ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ സിവിലിയൻസിനെ കൊല്ലും എന്ന് പറഞ്ഞിടത്ത് സിവിലിയൻസിനെ ഒന്നും കൊല്ലാതെ തന്നെ എണ്ണ ടാങ്കുകൾക്ക് തീ വെച്ചുകൊണ്ട് അമേരിക്ക ഇസ്രയേൽ തൃപ്തിപ്പെട്ടതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടുത്തെ ഭരണഘടന എന്ന് പറയുന്നത് പരമോന്നത നേതാവാണ് അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. അതായത് ഇപ്പോൾ വരുന്ന ആയത്തുള്ളയായിരിക്കും. ഈ പെസേഷ്കിയാൻ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ശരിയാണ്, അദ്ദേഹം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ, ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ആളാണ് പ്രസിഡന്റ്. പക്ഷേ ആ പ്രസിഡന്റിനെ എന്തു പറയുന്നു അത് വീറ്റോ ചെയ്യാനുള്ള അധികാരം ഈ പരമോന്നത നേതാവിനുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. വാസ്തവത്തിൽ പുതിയ പ്രസിഡന്റിൻ്റെ
ഒരു തീരുമാനമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ നമ്മൾ ആക്രമിക്കുക ഇല്ല എന്ന് നമുക്ക് വാക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ആക്രമണം ഇങ്ങോട്ടുണ്ടാവുമ്പോൾ അമേരിക്കയ്ക്ക് നല്ല ശിക്ഷ കൊടുക്കുവാൻ പറ്റിയ കാര്യമെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ മിസൈൽ അയക്കുകയാണ്. ശേഖരം ഇഷ്ടം പോലെ ഉണ്ട്. ഇസ്രായേൽ സമ്മതിച്ചു. നേരത്തെ 3000 ഉണ്ടായിരുന്നു. ആ 3000 ഞങ്ങൾ തകർത്തെന്നും പറഞ്ഞാണ് ഇസ്രായേൽ പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറയുന്നു 3000 തീർത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും 2500 കൂടെ അവിടെ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ശരിയായിട്ടൊരു ഗ്രഹപാഠം നടത്താതെ നടത്തിയ യുദ്ധമാണ്. അതുകൊണ്ടാണത് 1ാം ഘട്ടം പരാജയപ്പെട്ടത്. ഇനി 2ാം ഘട്ടം എങ്ങനെയാണെന്നുള്ളത് വമ്പിച്ച അനിശ്ചിതത്വത്തിലിരിക്കുകയാണ്. അതുപോലെ ലോകവും അതുപോലെ ഒരു അനിശ്ചിതത്വത്തെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.